നമസ്കാരം. എൻ്റെ ചെറുപ്പത്ത് ഈ 5 പൈസ 10 പൈസ 20 പൈസ 25 പൈസ 50 പൈസ ഇങ്ങനെ ചെറിയ പൈസകൾ നമ്മൾ ഈ മണ്ണ് കൊണ്ടുള്ള കുടുക്കയിൽ കായ് കുടുക്കയെന്ന് പറയും, അതിലിട്ട് വച്ച് ഈ വിശേഷ ദിവസങ്ങളിൽ അതിനെ പൊട്ടിച്ച് അതിലൊന്ന് ഉള്ള പൈസ എടുത്ത് എന്തെങ്കിലും സാധനം വാങ്ങുമ്പോൾ ഉള്ള ഒരു സുഖമുണ്ട് പണ്ടത്തെ. ചിലപ്പോൾ അത് കൂടുതൽ പൈസ ഒന്നും കാണത്തില്ല, ചിലപ്പോൾ ഒരു 20 രൂപയോ കൂടിപ്പോയി ഒരു 50 രൂപ കാണും. പക്ഷേ എന്നാലും ആ നൊസ്റ്റാൾജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കരമാണ്. അതിപ്പോഴത്തെ പിള്ളേരുടെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ക്രിഞ്ചായി, അമ്മാവനായി, വയസ്സനായി, പഴഞ്ചനായി. പക്ഷേ എന്നാൽ ഇപ്പോഴും ഈ പൈസയൊക്കെ 1 രൂപയും 2 രൂപയൊക്കെ എല്ലാം ഈ അവിടെ ഇവിടെ കിടക്കുന്ന കാണുമ്പോൾ പഴയ ഒരു വിഷമമുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഇവർക്ക് വേണ്ടിയിട്ട് ഒരു മണി ബോക്സ്, അതായത് ഈ ചെറിയ 1 രൂപ 2 രൂപയൊക്കെ എല്ലാം പറക്കിയിടാനുള്ള ഒരു ചെറിയൊരു ബോക്സ് നമ്മളെ വീട്ടിൽ കിടക്കണ ചെറിയൊരു പൈപ്പിൽ, ഉപയോഗശൂന്യമായ പൈപ്പിൽ ഉണ്ടാകുമ്പോൾ വേണം. അപ്പോൾ അതാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ നമുക്ക് മണി ബോക്സിലേക്ക് പോവാം. അതിനുവേണ്ടി ഞാൻ എടുത്തിരിക്കുന്നത് ഒരു PVC പൈപ്പാണ്. ഇതിപ്പോൾ ഏകദേശം ഒരു 4 ഭാഗമായിട്ട് നമ്മൾ കട്ട് ചെയ്യും. ഒരു 7 ഇഞ്ചിൻ്റെത്, പിന്നെ ഒരു 2 ഇഞ്ച്, പിന്നെ 1 ഇഞ്ച്, പിന്നെ ഒരു 1.5 ഇഞ്ച്. അപ്പം അങ്ങനെ 4 റൗണ്ടായിട്ട് നമ്മൾ കട്ട് ചെയ്തെടുക്കും. അതിൽ നിന്ന് ഇതിൻ്റെ വ്യാസം വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഉള്ളളവെന്ന് പറഞ്ഞാൽ 4.5 ഇഞ്ചാണ്. 4.5 ഇഞ്ച് പൈപ്പാണ് ഇത്. 4.5 ഇഞ്ച് പൈപ്പാണ്. പിന്നെ ഇതിനെല്ലാം നന്നായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കും. ഇതിപ്പോൾ 7 ഇഞ്ച്, 2 ഇഞ്ച്, 1.5 ഇഞ്ച്, പിന്നെ 1 ഇഞ്ച്, അങ്ങനെ 4 പീസ്. പിന്നെ അതിന് നന്നായിട്ടൊന്ന് എല്ലാം വൃത്തിയാക്കുന്നുണ്ട്, എന്നെങ്കിലേ നന്നായിട്ട് ഒട്ടിയിരിക്കത്തുള്ളൂ. പിന്നെ ഇത് നടുവ് കീറുന്നതാണ്, ഇതിനെ നിവർത്താനുള്ളതാണ്. അതിനെ നമ്മൾ ഗ്യാസ് സ്റ്റൗവിൽ വെച്ചിട്ടാണ് ഇത് ചെയ്യുന്നത്. ഗ്യാസ് സ്റ്റൗ കത്തിച്ച് പൈപ്പിനെ ചൂടാക്കി ഒരു ടൈലിൻ്റെ പീസിന് അടിയിൽ വെച്ചിട്ട് നമ്മൾ അതിനെ നിവർത്തിയെടുക്കും. പിന്നെ ഇതൊരു ആർച്ച് ഷേപ്പിലുള്ള ഒരു പീസ് നമ്മൾ ചട്ടി വെച്ചിട്ട് അതിൻ്റെ ഷേപ്പ് ഉണ്ടാക്കിയെടുക്കുകയാണ്, അതിൻ്റെ മേൽഭാഗത്ത് വയ്ക്കാൻ വേണ്ടിയിട്ടാണ്. ഇതൊന്ന് കട്ട് ചെയ്ത് ഷേപ്പാക്കി എടുത്ത് നമ്മൾ ഫ്ലക്സ് ബോണ്ട് വെച്ചിട്ടാണ് അതിനെ ഒട്ടിക്കുന്നത്. അപ്പോൾ എല്ലാ 4 സൈഡിലും നന്നായിട്ട് നമ്മൾ ഫ്ലക്സ് ബോണ്ട് തേച്ച് പിടിപ്പിച്ച് ഒട്ടിച്ചെടുക്കും. അപ്പോൾ ഇത് 1/2 ഇഞ്ച് 1 ഇഞ്ച് പീസാണ്. 1 ഇഞ്ച് പീസ് ഈ നമ്മുടെ അടപ്പിൻ്റെ ഭാഗത്ത് വയ്ക്കാനുള്ളതാണ്. അപ്പോൾ അതിനെ അതുപോലെ തന്നെ ഫ്ലക്സ് ബോർഡ് വെച്ച് നല്ല വൃത്തിയായി ഒട്ടിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ അതിനെ നല്ല വൃത്തിയായിട്ട് അതുപോലെ തന്നെ എല്ലാം ആ ഷേപ്പെല്ലാം ഫ്ലക്സ് ബോർഡ് വെച്ച് നമ്മൾ ഒട്ടിച്ചെടുത്ത് ഏകദേശം നമ്മൾ ഒട്ടിച്ച് കഴിഞ്ഞപ്പോൾ തന്നെ നമ്മുടെ മണി ബോക്സ് റെഡി ആയിട്ടുണ്ട്. നമ്മൾ ശരിക്കും അടച്ചു തുറക്കാനൊക്കെ പറ്റുന്നുണ്ട്. അപ്പോൾ ഇതിന് ബേസാണ്. ബേസ് ആ ഒരു കറക്റ്റായിട്ടൊന്ന് ഇരിക്കാൻ വേണ്ടിയിട്ടാണ് ആ ബേസ് ഭാഗം, അതും നമ്മൾ നന്നായിട്ട് ഒട്ടിച്ചെടുത്തു. പിന്നെ ഇനി അത് പൈസ ഇടാനുള്ള ഭാഗം നമ്മളൊന്ന് കറക്റ്റായിട്ട് മാർക്ക് ചെയ്ത് അത്രയും ആ ഷേപ്പിലൊന്ന് കട്ട് ചെയ്ത് മാറ്റും. പൈസയൊക്കെ കറക്റ്റായിട്ട് നമുക്ക് വിടുന്നുണ്ട്. പൈസയൊക്കെ കറക്റ്റായിട്ട് ഇടാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഷെയ്ഡ് ഭാഗം നമ്മൾ ഒരു PVC പീസ് കട്ട് ചെയ്ത് ഒട്ടിച്ചെടുക്കുകയാണ്. ഞാൻ പിന്നെ എക്സ്ട്രാ ആയിട്ട് ഈ ഒരു സംഭവം കൂടെ ഫിക്സ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ അവസാനം നമ്മൾ ഒട്ടിച്ചെല്ലാം വന്നപ്പോൾ 2 പീസായിട്ടുണ്ട്, 2 പീസ് ഒട്ടിച്ചിട്ടുണ്ട്. അതിൻ്റെ തലയും വാലും. ഇങ്ങനെയാണ് നമ്മുടെ ഫൈനലായിട്ട് നമ്മുടെ പൈസ ഇടുന്ന കുടുക്ക ഇങ്ങനെയാണ് ആയിട്ടുള്ളത്. അപ്പം നമുക്ക് ഇതുവഴി പൈസ ഇടാം.
കാണാമോ? നോട്ടാണെങ്കിലും ഇതുവഴി അകത്തിടാം. നമ്മളിനി ഇവിടെ ചെറിയ പീസ് വെച്ചിട്ട് അതിനെ നമ്മൾ പിന്നെ സ്ക്രൂ വെച്ച് ടൈറ്റ് ചെയ്യും. അപ്പോൾ പൈസ എടുക്കാൻ പറ്റില്ല. അപ്പോൾ ഇനി ചെയ്യാൻ പോകുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ MC തേച്ച് ഇതിനൊന്ന് വൃത്തിയാക്കി MC വെച്ച് തേച്ച് ഇതിൻ്റെ ഗ്യാപ്പുകളെല്ലാം ഒക്കെ ഒന്ന് ഒട്ടിച്ച് ഒന്ന് പെയിൻറ്റിങ് ചെയ്ത് ഫൈനൽ പ്രോഡക്റ്റ് എങ്ങനെ ഇരിക്കുമെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഇതാണ് നമ്മൾ ചെയ്തെടുത്ത മണി ബോക്സ്. PVC പൈപ്പിൽ നമ്മളെടുത്ത മണി ബോക്സാണ്. അപ്പോൾ ഇതിനെ നമുക്ക് 2 പീസാക്കി വെച്ചിട്ടുണ്ടെന്നല്ല 2 പീസാക്കിയാണ് ചെയ്തത്. അത് അടപ്പുണ്ട്, ഇതാണ് അടപ്പ്. ഇതുവഴിയാണ് പൈസ ഇടുന്നത്. അപ്പോൾ ചില ആൾക്കാർക്കൊന്നും ഇതൊക്കെ വലിയ സംഭവമാണെന്ന്. ഇത് വലിയ സംഭവമൊന്നുമല്ല. ഇവിടെ റോക്കറ്റും ചന്ദ്രയാനൊക്കെ ഇടുന്ന സ്ഥലത്ത് ഇത് വലിയ സംഭവമല്ല. പക്ഷേ ഇത് നമ്മൾ ഒഴിവ് സമയത്തുണ്ടാക്കുന്ന ചില സംഭവങ്ങളാണ്. അപ്പോൾ ഇനി ഇവിടെ 2 പീസ് വെച്ചിട്ട് അത് ഒട്ടിച്ച് സ്ക്രൂ ചെയ്ത് വയ്ക്കും. കാരണം ആവശ്യമുള്ള സമയത്ത് മാത്രം, അതായത് ഇതിലെന്തെങ്കിലും പൈസ ആവുന്ന സമയത്ത് മാത്രം നമ്മൾ ഇളക്കും. അപ്പോൾ ഇത് നമ്മൾ പുതിയ തലമുറ ഹാൻഡ് ഓവർ ചെയ്യാണ്. അപ്പോൾ നമ്മളിതിൽ പൈസ നിറയുകയാണെന്നുണ്ടെങ്കിൽ എൻ്റെ വീഡിയോ വേറെ വരും. ഇറക്കില്ലേ? അതാണ് നമ്മൾ പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും വരും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ബൈ. വീണ്ടും സന്ധിക്കവരേക്കും വണക്കം.